നമസ്കാരം എല്ലാം ക്ലിയർ ആണ്, ഇടപാട് ശരിയല്ല, പോയി. നീ എത്ര തഹജ്ജുദ് നിസ്കരിച്ചിട്ടും കാര്യമില്ല. നിന്റെ ഇടപാട് ക്ലിയർ അല്ലയോ, നീ എത്ര തൗബ ചെയ്തിട്ടും കാര്യമില്ല. ഇടപാട് ക്ലിയർ അല്ലയോ, എത്ര ഉംറ ചെയ്തിട്ടും കാര്യമില്ല. ഇടപാട് ക്ലിയർ അല്ലയോ, എത്ര ഹജ്ജ് ചെയ്തിട്ടും കാര്യമില്ല. ഇതൊക്കെ ഹദീസും ഖുർആനും കൊണ്ട് സ്ഥിരപ്പെടുത്തി തരാം. പക്ഷെ നമുക്ക് ഇതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല, വിശ്വാസമൊന്നുമില്ല. അതാ ഞാൻ പറഞ്ഞത്, ആദ്യം വിശ്വസിക്കുക, അല്ലാഹ് ഉണ്ടെന്നും ആഖിറത്തുണ്ടെന്നും വിശ്വസിക്കുക. അങ്ങനെ ഒരു വിശ്വാസം എന്നെ അപേക്ഷിച്ചിടത്തോളം നമ്മുടെ മുസ്ലിങ്ങൾക്കിടയിൽ ഇല്ല. ചുമ്മാ പേരിന് എൻ്റെ വാപ്പ ഒരു മുസ്ലിമായിരുന്നു, അതുകൊണ്ട് ഞാനും മുസ്ലിമായി. അവരൊക്കെ ജുമാ നിസ്കരിക്കാൻ പോകുന്നു, ഞാനും ജുമാ നിസ്കരിക്കുന്നു. റമദാനെ ഞങ്ങൾ നോമ്പ് പിടിക്കുന്നു, അതുകൊണ്ട് ഞാനും നോമ്പ് പിടിക്കുന്നു. ഇതാണെന്നാ എനിക്കിപ്പോൾ മനസ്സിലാക്കുന്നത്. ഇന്ന് ഏറ്റവും കൂടുതൽ അധപ്പതിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ കൗമല്ലേ, ലഹരിയിൽ കൂടുതൽ നമ്മുടെ കൗമല്ലേ കുടുങ്ങിയിരിക്കുന്നത്. എന്താ ഇവനെ കുറിച്ച് പ്രചോദനം കൊടുക്കാത്തത് കൊണ്ട്? പരിശുദ്ധമായ ഖുർആൻ ഘട്ടം ഘട്ടമായിട്ടാണ് ഈ ലഹരി നിരോധിച്ചത്. ഒറ്റയടിക്കല്ല, സഡൻ ബ്രേക്ക് അടിക്കിടാൻ പാടില്ല. പതുക്കെ പതുക്കെ ഗിയർ ഡൗൺ ചെയ്ത് വേണം നമ്മൾ ബ്രേക്ക് പിടിക്കാൻ. എങ്കിൽ ബ്രേക്ക് പാഡ് തേയാതെ നിൽക്കും. അല്ലെങ്കിൽ ഒറ്റയടിക്ക് ചവിട്ടാൻ നിന്ന് കഴിഞ്ഞാൽ 10,000 കിലോമീറ്റർ ആകുമ്പോൾ ബ്രേക്ക് പാഡ് മാറ്റേണ്ടി വരും. പതുക്കെ പതുക്കെ ഗിയർ ഡൗൺ ചെയ്താൽ വളരെ ഉപകാരം. 50,000 വരെ കിലോമീറ്റർ കിട്ടും ബ്രേക്ക് പാഡ്. പരിശുദ്ധമായ ഇസ്ലാം ഘട്ടം ഘട്ടമായിട്ടാണ്, ആളുകളെ ബുദ്ധിമുട്ടിക്കാനല്ല, ഘട്ടം ഘട്ടമായിട്ടാണ് പരിശുദ്ധ ഇസ്ലാം മദ്യം നിരോധിച്ചത്. ഒറ്റയടിക്ക് നിരോധിച്ചിട്ടില്ല, 2-3 ഘട്ടങ്ങളായിട്ടാണ് നിരോധിച്ചത്. 2-3 ഘട്ടങ്ങളായിട്ടാണ് നിരോധിച്ചത്. ഇന്ന് നമ്മുടെ കൊച്ചു കുട്ടികൾ പോലും, പെൺകുട്ടികൾ പോലും ഇതിന് അടിമകളായി മാറിയില്ലേ? ഇതെന്താ ഇസ്ലാം പഠിപ്പിക്കാത്തത് കൊണ്ടാ ഇത് തെറ്റാണെന്ന്? ഇസ്ലാം അല്ല, ഇത് ആരാ പഠിപ്പിച്ചത് ലോകത്ത് തെറ്റാണെന്ന്? ഇത് ഏറ്റവും വലിയ മാരകമായ ഒരു ഇടങ്ങേറ് പിടിച്ച ഒരു ഭക്ഷണമാണ്, ഒരു രോഗമാണ്, ഒരു വിപത്താണ്, ഒരു നാശമാണ് എന്ന് ആദ്യമായി പഠിപ്പിച്ച ഇസ്ലാമാണ് ലോകത്ത്. ബാക്കി മതങ്ങളൊക്കെ പരിശോധിച്ചാൽ ഒരു പക്ഷേ അവരുടെ ആരാധനയുടെ ഭാഗമായിട്ടെങ്കിലും ഇതൊക്കെ വീഞ്ഞും മറ്റേതൊക്കെ കഴിക്കാന്ന് വരെ പറയുന്നുണ്ട്. പക്ഷേ ഇസ്ലാം ഒരു നിലയ്ക്കും ലഹരിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം, ആ ഭക്ഷണങ്ങൾ പോലും കഴിക്കാൻ നമ്മൾ പാടില്ല. സൂക്ഷ്മതയുള്ളവർ പ്ലംസ് കേക്ക് അതിൽ വീഞ്ഞ് ഒഴിക്കുന്നുണ്ട്. വീഞ്ഞ് ഒഴിക്കുന്നത് കൊണ്ടാണ് അത് ദിവസങ്ങളോളം അങ്ങനെ ഇരിക്കുന്നത്. ഇല്ലെങ്കിൽ അങ്ങനെ ഇരിക്കൂല, പെട്ടെന്ന് കേടായി പോകും. തഖ്വയും ഈമാനും ഉള്ളവൻ അത് കഴിക്കാൻ പറ്റൂല. അത് കഴിക്കാൻ പറ്റും. എങ്ങനെ കഴിക്കും? ചില മഹാന്മാരായ പണ്ഡിതന്മാർ ഹോമിയോ മരുന്ന് കഴിക്കൂല. കാരണം 60% അതിനകത്ത് സ്പിരിറ്റ് ഉണ്ട്. ചില മഹാന്മാരായ പണ്ഡിതന്മാർ സാനിറ്റൈസർ ഉപയോഗിക്കൂല, അതിനകത്ത് സ്പിരിറ്റ് ഉണ്ട്. ചില മഹത്തുക്കൾ സ്പ്രേ അടിക്കൂല, അതിൽ സ്പിരിറ്റ് ഉണ്ട്, എഴുതിയിട്ടുണ്ട് അത് സ്പിരിറ്റ്. അത്രയ്ക്ക് സൂക്ഷ്മതയുള്ളവരാണ്. പക്ഷെ നമ്മളതൊക്കെ ഉപയോഗിക്കും. സൂക്ഷ്മതയുള്ളവർ ഉപയോഗിക്കുകയില്ല. കാരണം എന്താ? അതിനെ പേടിക്കുന്നു. ഇതുവരെ ലഹരിയാകുമോ? നീ ഹോമിയോ മരുന്ന് ഹറാമാണോ എന്ന് ഞാൻ 10 വർക്കമല്ല. ഞാൻ ഈ അടുത്ത സമയത്ത് ഒരു ഉസ്താദിനടുത്ത് ചോദിച്ചു, ബാക്കിയാത്ത് സ്വാലിഹാത്തിലെ പ്രിൻസിപ്പാൾ. അദ്ദേഹം പറഞ്ഞു, ഉസ്താദ് ഷുഗറാണ്, നമുക്ക് ഹോമിയോയിൽ നല്ല മരുന്നുണ്ടോ? ഞാൻ ഹോമിയോ എന്നാ സാപ്പിട മാട്ടെ, ഇപ്പോൾ അതിൽ സ്പിരിറ്റ് ഇരിക്കുന്നു പറയും. സ്പിരിറ്റ് ഞാൻ പറഞ്ഞു, അങ്ങനത്തെ സ്പിരിറ്റ് നിർവീര്യമാക്കി അത് നമുക്ക് അനുവദനീയമായ ചെറിയ സ്പിരിറ്റ് അല്ലയോ? കള്ള് എങ്ങനെ ഹലാലാവുന്നതെന്നാണ് ചോദിക്കുന്നത്. അല്ല തന്നെ എഴുതിയിട്ടുണ്ടല്ലോ, ആൽക്കഹോൾ 50% ഒന്നും ഇല്ലേ? ഹോമിയോ മരുന്ന് എഴുതിയിട്ടില്ലേ? മഹാന്മാരതൊക്കെ സൂക്ഷിക്കുന്നത്, നമ്മളെ കൊണ്ട് പറ്റൂലപ്പാ. നമ്മൾ മരുന്ന് എന്ന നിയത്തിലാണ് കഴിക്കുന്നത്. മരുന്ന് എന്ന നിയത്തിലാണ് നമ്മളത് കഴിക്കുന്നത്. അപ്പൊ ബഹുമാനമുള്ള സഹോദരൻ, അത്രയും സൂക്ഷ്മത പാലിക്കാണ്. ഖുർആന്റെ പ്രഖ്യാപനമാണിത്, പാടില്ലാന്ന്. യാ അയ്യുഹല്ലദീന ആമനൂ ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബ് വൽ അസ്ലാം റിജ്സും മിൻ അമലി ശൈത്വാൻ, റിജ്സും മിൻ അമലി ശൈത്വാൻ ഫജ്തനിബൂ ലഅല്ലകും തുഫ്ലിഹൂൻ. ഓ, എത്ര വലിയ വാക്ക്! മദ്യവും ചൂതാട്ടവും വർജിക്കണേ. നിങ്ങൾക്ക് രക്ഷ വേണമോ? നിങ്ങൾക്ക് വിജയം വേണമോ? മദ്യവും ചൂതാട്ടവും നിങ്ങൾ ഒഴിവാക്കാതെ ഒരിക്കലും നിങ്ങൾക്ക് വിജയം വരിക്കാൻ സാധ്യമല്ല. ഓണബമ്പർ 25 കോടി കിട്ടണേ എന്ന് കരുതിയിട്ട് 6.5 ലക്ഷത്തോളം ലോട്ടറി ടിക്കറ്റ് വിറ്റിട്ട് 333 കോടി രൂപ കരസ്ഥമാക്കിയെങ്കിൽ അതിൽ 25 കോടി രൂപ ഒരാൾക്ക് ബമ്പറടിച്ചു. പാവ
പാവപ്പെട്ട ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. പക്ഷെ അവന്റെ ഇന്നത്തെ വാക്കാണ്, എനിക്ക് കിടക്കപ്പൊറുതിയില്ല, എന്നെ രക്ഷപ്പെടുത്തണം, എനിക്ക് പേടിയാവുന്നു, ശത്രുക്കൾ അധികരിക്കുന്നു, എനിക്ക് സ്വസ്ഥമായി നടക്കാൻ കഴിയുന്നില്ല. 25 കോടിയിൽ 15 കോടിയേ കിട്ടിയുള്ളൂ. എനിക്ക് ഭയങ്കരമായ ശത്രുക്കൾ കൂടുന്നു, ഒരുപാട് പേര് സഹായം തേടി എൻ്റെ വീട്ടിലേക്ക് വരുന്നു, എനിക്ക് പല ഭീഷണികൾ വരുന്നു, തട്ടിക്കളയെന്ന് പറയുന്നു, കൊന്നുകളയെന്ന് പറയുന്നു. ചിരിച്ചുകൊണ്ടിരുന്ന മുഖം ഇപ്പൊ ഗൗരവത്തോടെയാണ് എൻ്റെ ഇപ്പോഴത്തെ മുഖം കാണുന്നത്. ചിരിച്ചോണ്ട് ഇങ്ങനെ പൊക്കി പിടിച്ചോണ്ട് 25 കോടി അവ എന്തൊക്കെയോ കണ്ടു. ഇപ്പം പുലിയെ കണ്ടതുപോലെ എൻ്റെ മുഖം എല്ലാം കൂടെ. പണം കൊണ്ട് എങ്ങനെയുണ്ട്? സമാധാനം ഉണ്ടോ? കഴിഞ്ഞ വർഷം ബമ്പർ അടിച്ചപ്പോൾ ഇപ്പോഴും പറയാ, ഞാൻ 3 പ്രാവശ്യം ടാക്സ് അടച്ച് എൻ്റെ കുടുംബം വിൽക്കേണ്ടി വന്നു. കഴിഞ്ഞ വർഷം ബമ്പർ അടിച്ചത്. ഇതെല്ലാം ന്യൂസ് എടുത്ത് വായിച്ചില്ലേ? ഇതൊക്കെ വായിക്കുന്നതല്ലാണ്. നമ്മൾ വിചാരിക്കും പൈസ കിട്ടുമ്പോൾ എല്ലാം അടിപൊളിയായ അളിയാ, രക്ഷപ്പെട്ടളിയാന്ന്. ബഹുമാനമുള്ള സഹോദര, സമ്പന്നന്മാര് സ്വസ്ഥമായിട്ട് 1 മിനിറ്റ് ഇരുന്ന് നമ്മളോടൊപ്പം സംസാരിക്കാൻ, സംവദിക്കാൻ അവർക്ക് സമയമുണ്ടോ? അവരല്ല നിയന്ത്രിക്കുന്നത്. ഫോൺ മറ്റൊരാളുടെ കയ്യിലാണ്. അടുത്തുള്ള പാറാവുകാരൻ തീരുമാനിക്കണം, സാർ ഇന്ന വെള്ളം കുടി, സാർ ഇയാൾ കൊടുക്കണം വെള്ളം, സാർ ഇന്ന് നമുക്കവിടെ വിശ്രമിക്കാം, സാർ ആ ശരി ഇവിടെ വിശ്രമിക്കാം, സാർ ഇന്ന് ഭാര്യ അടുത്ത് പോകണ്ട, സാർ ശരി ഇന്ന് പോകുന്നില്ല, സാർ. അവൻ തീരുമാനിക്കണം, അവന്റെ ഭാര്യ അടുത്ത് പോകണം, അവനല്ല തീരുമാനം, കൂടെയുള്ളവർ. കാരണം പണം ഇവന്റെ സംരക്ഷകരാണ് ഇവരെല്ലാവരും. ഇവര് പറയുന്നത് പോലെ സഞ്ചരിച്ചെങ്കിൽ ഇവന് പോകേണ്ട സ്ഥലത്ത് എത്തേണ്ട സ്ഥലത്ത് എത്താൻ പറ്റുള്ളൂ. ഇങ്ങനെ കുറെ പണം ഉണ്ടിട്ട് വല്ല വായതയുണ്ട്? ഒരു വാത് കേൾക്കാൻ പറയാൻ പറ്റുമോ? ഒരു തൈക്കാവി ഒന്ന് നിസ്കരിക്കാൻ പറ്റുമോ? 2 കപ്പയും മത്തിക്കറിയും കഴിക്കാൻ പറ്റുമോ? സ്വസ്ഥമായിട്ടിരുന്നിട്ട് നമ്മളൊക്കെ ആ ചമ്മന്തി ഉടച്ചിട്ട് ആ മത്തിക്കറി ഉണക്കമീനൊക്കെ തിന്നാ, മാഷാ അല്ലാ, അതിൻ്റെ ഒരു ടേസ്റ്റ് ആർക്കെങ്കിലും തിന്നാൻ പറ്റുമോ? കരുനാപ്പള്ളി കൂടെ പോകുമ്പോൾ ഏതെങ്കിലും ഒരു കടയിൽ കയറി ഒരു അൽഫാം അടിക്കാൻ പറ്റുമോ? സ്വസ്ഥമായിട്ട് ഒരു കോഴിക്കാൽ തിന്നാൻ പറ്റുമോ? തിന്നുന്നതിന് മുമ്പ് എല്ലാവരും കയറി വരൂല്ലേ? ഉള്ളതും മരിച്ചിടാൻ പോവില്ലേ? ഹബീബെ, സ്വസ്ഥതയുണ്ടോ ഈ പണത്തിന്റെ പേരിൽ? സ്വസ്ഥതയുണ്ടോ? ചിന്തിച്ചു നോക്കൂ. അപ്പൊ നമ്മൾ ഈ മദ്യം കടിച്ചാലും ഇതൊക്കെ അല്ലാഹു തആല എന്തിനാ പറഞ്ഞ? ഈ ലോട്ടറി ഇത് നിഷിദ്ധമാണെന്ന് എന്തിനാ പറഞ്ഞത്? ഇന്നമാ യുരീദു ശൈത്വാനു അയ്യൂഖിയ ബൈനകുമൽ അദാവതു വൽ ബഗ്ളാ. പിശാചിന്റെ പണിയാണിത് കേട്ടോ, പിശാചിന്റെ പണിയാണിത്. ആ പിശാചിന്റെ ജോലി നിങ്ങൾക്കിടയിൽ സത്യവും സാഹോദര്യവും സമത്വവും ഒക്കെ ഉണ്ടായ നിങ്ങൾക്കിടയിൽ ഇതങ്ങോട്ട് ഇറക്കി വിട്ടിട്ട് നിങ്ങളെ ഛിന്ന ഭിന്നമാക്കലാണ്, നിങ്ങളെ തമ്മിലടിപ്പിക്കലാണ്, നിങ്ങളെ ശത്രുക്കളാക്കലാണ്, ബദ്ധവൈരികളാക്കലാണ് പിശാചിന്റെ പണി. അതുകൊണ്ട് അല്ലാഹു പറയുന്നു, ഫജ്തനിബൂ, ഇത് നിങ്ങൾ വർജിക്കണേ എങ്കിൽ ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കേട്ടോ, നിങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കാം കേട്ടോ. ഖുർആൻ ഇതൊക്കെ നേരത്തെ പറഞ്ഞാണ്. മദ്യം കഴിച്ചവന്റെ, ലഹരി അടിച്ചവന്റെ വീട്ടിൽ സമാധാനം ഉണ്ടോ? സ്വസ്ഥതയുണ്ടോ? സമാധാനവും സ്വസ്ഥതയുണ്ടോ? മക്കൾക്ക് സ്വസ്ഥതയുണ്ടോ? വാപ്പാക്ക് സ്വസ്ഥതയുണ്ടോ? ഉമ്മാക്ക് സ്വസ്ഥതയുണ്ടോ? ആലോചിച്ച് നോക്ക്. പണ്ടൊക്കെ നമ്മുടെ വാപ്പ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ പതുക്കെ താമസിച്ചു പോയാൽ പേടിയാ, വിറച്ചു വരും. വാപ്പ ഇശാ നിസ്കരിച്ചു കഴിഞ്ഞ് പെട്ടെന്ന് വീട്ടിൽ വന്ന് സിറ്റ് ഔട്ടിന്റെ വാതിൽ ഇങ്ങനെ ഇരിക്കും. പണ്ടത്തെ കാരണവർമാർ മുറുക്കാനൊക്കെ മുറുക്കി വലിയൊരു തസ്ബീഹൊക്കെ എടുത്ത് പിടിച്ച് ആലത്തീഫ് ഒക്കെ പറഞ്ഞിരിക്കുമ്പോൾ ഇവ ഇച്ചിരി കാണും താമസിച്ചു പോയാൽ ഉമ്മായി വിളിക്കും, ഉമ്മ വാപ്പ ഉണ്ടോ? വാപ്പ ഉണ്ടോ? വാപ്പ അവിടെ ഫ്രണ്ട് ഇരിപ്പുണ്ട്, നീ എവിടെ പോയിരുന്നു ഇത്ര നേരം? നീ ഒരു കാര്യം ചെയ്യും, നീ അപ്പുറത്ത് അവൻ്റെ അയ്യത്തൂടെ പുരടത്ത് കൂടെ കയറി ഇപ്പുറത്ത് വന്ന് എൻ്റെ അടുക്കളയുടെ വാതിൽ തുറന്നു അതിൽ കൂടെ കയറി മിണ്ടാതെ കയറി വാ. കുറെ നേരം കഴിയുമ്പോൾ മൂപ്പര ചോദിക്കും, ഷബീർ വന്നില്ലേ? ആ വിളി കേൾക്കുമ്പോൾ തന്നെ അല്ലാ പടച്ചവൻ, എന്താ ആ ഷബീർ വന്നില്ലേ? അവൻ എപ്പോഴേ വന്ന് കിടപ്പുണ്ടല്ലോ. ഉമ്മ സപ്പോർട്ട്. ഈ മക്കളെ മൊത്തം പഴപ്പിക്കുന്ന ഉമ്മായ. വന്നിട്ടില്ല, ഒരു പുതപ്പെടുത്തവൻ കിടക്കുന്ന പോലെ അവിടെ കിടക്കുന്നു. ഇനി കിളവനങ്ങാണ് ഓർത്തോട്ട് കയറാൻ പോയാ അവിടെ വെള്ളം കിടക്കുന്നു, നിങ്ങൾ അവിടെ അങ്ങ് തെന്നി വീഴാതെ മനുഷ്യ അവിടെ ഇരി. അവിടെ നേരത്തെ ഞാൻ കഞ്ഞിവെള്ളം കൊണ്ടുവന്നപ്പോൾ താഴെ വീണ്, നിങ്ങളെങ്ങനെ ഇനി ഞാൻ അങ്ങോട്ട്, അതെന്തിനാ നീ കഞ്ഞിവെള്ളം കൊണ്ട് തൊണ്ടിട്ടെ? അത് തടയാണ്, അങ്ങോട്ട് പോകണ്ട. ചെറുക്കം വന്നിട്ടില്ല. രണ്ടാപ്പുറത്ത് കയ്യാൽ കയറിയാൽ വരാൻ പറ്റുള്ളൂ അതിലെ കൂടെ.
എന്റെ വഴി തുറന്നു കൊടുക്കുന്ന ആരാ? പണ്ട് കാരണവരന്മാരുണ്ടപ്പം മക്കള് പേടിച്ചു, വാപ്പ ഉണ്ട്, അല്ലാ പേടിയാണ്. ഇന്ന് വാപ്പ ഇശാ നിസ്കരിച്ചിട്ട് കദിയ വിളിക്കും, കദിയാ അവൻ വന്നോ, അവൻ ഉണ്ടോ? എന്തെന്നറിയോ? വാപ്പയ്ക്ക് നേരത്തെ കയറാൻ, വരുന്നതിന് മുമ്പ് വീട്ടിൽ കയറാൻ. ഇവൻ വരുന്നതിന് മുമ്പ് വീട്ടിൽ കയറണം, ഇല്ലെങ്കിൽ അവൻ മറ്റേ ഐറ്റം അടിച്ചോണ്ടാ വരുന്നത്. വാപ്പ ദിക്കറും ദുആ എല്ലാം കഴിഞ്ഞ് താമസിച്ച് വരുമ്പോ ഇത്ര നേരം ഇശാ നിസ്കരിച്ച് പള്ളിയെല്ലാം പൂട്ടിക്കൊണ്ട് വിട്ട് നാളെ മുതൽ കൃത്യസമയത്ത് കയറിയില്ലെങ്കിൽ റോഡിൽ കിടന്നോണം, അല്ലെങ്കിൽ പള്ളി പോയി കിടന്നോണം. പഠിച്ചോനെ, ഇന്നത്തെ കാലം അങ്ങനല്ലേ. പണ്ട് പിതാക്കന്മാരെ പേടിച്ചിരുന്നു, ഇന്ന് നമ്മൾ മക്കളെ പേടിക്കണം. ഇന്ന് മക്കളെ പേടിക്കണം. നമ്മൾ സ്വസ്ഥായിട്ട് വീട്ടിൽ ഉറങ്ങാൻ പറ്റൂല. ഞാൻ വാത് പറഞ്ഞ പല സ്ഥലത്ത് കരഞ്ഞോണ്ട് എന്റെ മുന്നിൽ വന്നിട്ട് വാപ്പമാര് പറഞ്ഞു, ഉസ്താദേ എന്റെ മകൻ വല്ലാത്ത കഷ്ടത്തില്ല, ലഹരിയിലാണ്, എന്നെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു, ഒന്ന് ദുആ ചെയ്യണം ഉസ്താദേ എന്ന്. എന്റെ പൊന്നു വാപ്പ, ദുആ ചെയ്തിട്ട് കാര്യമില്ല. ഉത്തരവാദിത്വം നിങ്ങളാണ്. എന്റെ പിഴപ്പിക്കന്റെ മെയിൻ നമ്പർ 1 ഉസ്താദ് നിങ്ങളാണ്. മക്കളെ വളർത്തേണ്ട രീതി തുടക്കം മുതലേ വളർത്തിയെടുത്തിരുന്നെങ്കിലുണ്ടല്ലോ, വാപ്പായെ കണ്ടാലേ അവൻ പേടിക്കും. അവിടെ അവൻ മൂത്രം ഒഴിക്കും. അവിടെ വാപ്പായെ കണ്ടാൽ മതി. നമ്മൾ മാതാപിതാക്കൾ വപ്പം മക്കള് 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 പൊന്ന് പൊന്ന് പൂക്കള് എൻ്റെ ചക്കര തങ്കക്കുടം എന്ന് പറഞ്ഞിട്ട് ഇല്ലാത്ത മുസീബത്ത് മൊത്തം വാങ്ങിക്കൊടുത്ത് അവനെ അങ്ങോട്ട് പൊക്കിയ കൈവെള്ളയിൽ വെച്ച് എന്ത് തോന്നിയാസം ചെയ്താലും മിണ്ടയില്ല. ഇത്രയും സ്വാതന്ത്ര്യം വെച്ച് കൊടുത്തില്ലേ വാപ്പ ഉമ്മ? ഇപ്പൊ അനുഭവിക്കുന്നത് ആര്? എന്നിട്ട് ഇപ്പോൾ ഉസ്താദന്മാര് നമുക്കിവിടെ ചുമ്മാ ഇരിക്കാൻ വയ്യ. നമ്മൾ കാണാൻ ദുആ ചെയ്താൽ ഇവനെങ്ങനെ നന്നാവോ? ഇന്നത്തെ ആധുനിക കമ്പ്യൂട്ടറിന്റെ മോനാ ഇവനെങ്ങനെ നമ്മൾ ദ്വാരം നന്നാവാ? നമ്മൾ ദ്വാരത്തിട്ട് നമ്മളെ നന്നാവാൻ കഴിയത്തില്ല, പിന്നെ ഇവനെങ്ങനെ നന്നാവാൻ പോവാ? എങ്ങനെ നന്നാവെന്ന് പറ, എന്ത് ചെയ്യാനാ? അതുകൊണ്ടാണ് പരിശുദ്ധമായ ഖുർആൻ ഉമ്മയോടും ഉപ്പയോടും ഒരു ഉപദേശം നൽകുന്നു. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. ഉമ്മമാരെ ഉപ്പമാരെ, നിങ്ങൾ നിങ്ങളുടെ മക്കളെയും നിങ്ങളെയും സൂക്ഷിക്കണേ, നരകത്തിൽ നിന്ന് സൂക്ഷിക്കണം കേട്ടോ. അയൽവക്കക്കാരന്റെ മക്കളെ സൂക്ഷിക്കണമെന്നല്ല അള്ളാന്റെ പ്രഖ്യാപനം, നാട്ടുകാരുടെ മക്കളെ സൂക്ഷിക്കണമെന്നല്ല അള്ളാന്റെ പ്രഖ്യാപനം. നമ്മുടെ ബീജത്തിൽ പിറന്ന നമ്മുടെ സന്തതി ഉണ്ടല്ലോ, അവരെ നിങ്ങൾ സൂക്ഷിക്കണേ, നരകത്തിൽ പോകാതെ നിങ്ങൾ സൂക്ഷിക്കണേ ഉപ്പമാരെ ഉമ്മമാരെ. അതുകൊണ്ട് ചെറുപ്പം മുതല് തർബിയത്ത് കൊടുത്ത് വളർത്തേണ്ട ബാധ്യത ഉമ്മാടെ ഉപ്പാടെയും കൈകളിലാണ്. അവരുടെ കൈകളിൽ നിന്ന് മക്കൾ കുതറിപ്പോയാൽ പിന്നെ ഖേദിച്ചിട്ട് കാര്യമില്ല മക്കള്, പിന്നെ ഖേദിച്ചിട്ട് യാതൊരു പുണ്യവുമില്ല. അതുകൊണ്ട് തുടക്കത്തില് മക്കളെ എങ്ങനെ വളർത്തണമെന്ന് പരിശുദ്ധ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പ്രവാചകന്റെ പ്രകീർത്തനങ്ങളെല്ലാം തള്ളിക്കളഞ്ഞിട്ടാണ്, ആധുനിക സംവിധാനത്തെ അതിന് അടിമപ്പെട്ടിട്ടാണ് ഇന്ന് നമ്മുടെ മക്കളെ വളർത്തിയെടുക്കുന്നത്. അതിന്റെ പേരിൽ നമ്മുടെ മക്കൾ നമ്മളെ അനുസരിക്കാത്ത അഹങ്കാരികളായ മക്കളായി പോയി. ഇന്നത്തെ സാഹചര്യം അങ്ങനെയാണ്. അള്ളാഹു നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ മക്കൾക്ക് വേണ്ടി എല്ലാ ദിവസവും ദുആ ചെയ്യാൻ നബി തങ്ങൾ പഠിപ്പിച്ചു. എത്ര വാപ്പായും ഉമ്മയും ദുആ ചെയ്യുന്നുണ്ട്? ജസ്റ്റ് ഒന്ന് ചോദിക്കാം. നമ്മുടെ ഇന്ന് ഹക്കായിട്ട് നിങ്ങൾ കൈപോക്കണം. ഞാൻ പറയുമ്പോൾ തൻ്റെ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്തവർ കൈപോക്കും, ഇല്ലാത്തൊരു പൊക്കരുത്. ഇത്രയും പേരിൽ കുറച്ച് പേര് പൊക്കി. അള്ളാഹു എല്ലാവരുടെയും മക്കളെ നന്നാക്കട്ടെ, എല്ലാവരുടെയും മക്കളെ നന്നാക്കട്ടെ. കാരണം എന്നറിയോ, നമുക്ക് ആ ശ്രദ്ധയില്ല, അതാണ് എൻ്റെ അർത്ഥം. ശ്രദ്ധയില്ല. ഒരിക്കലും അല്ലാഹു തട്ടിക്കളയുകയില്ല. അതിലൊന്ന് ദഅവത്തുൽ വാലിദി വലദിഹി, തന്റെ വാപ്പായും ഉമ്മായും മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന ദുആ അല്ലാഹു തട്ടിക്കളയുകയില്ല. നബിയുനാ റസൂലുള്ളാഹി വാപ്പായും ഉമ്മായും മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണം. പ്രജനെ പിഴപ്പിക്കല്ല അല്ലാ, എന്റെ കുഞ്ഞിനെ പിഴപ്പിക്കല്ല അല്ലാ. ഉമ്മ കരയണം, വാപ്പ കരയണം. കഞ്ചാവടിച്ച് റോഡിൽ കിടന്നിട്ട് പോലീസുകാരൻ സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് വാപ്പയും ഉമ്മയും വിളിപ്പിച്ച് സ്റ്റേഷനിൽ വരുത്തുമ്പോ അന്നേരം കണ്ടിട്ടല്ല ഖേദിക്കേണ്ടത്, അവിടെ വീഴാൻ പോകുന്നതിന് മുമ്പേ വാപ്പയും ഉമ്മയും ഖേദിക്കണം, പറയണം, ദുആ ചെയ്യണം. എന്റെ മോനെ പിഴപ്പിക്കല്ലേ പടച്ചവനെ, എന്റെ മക്കളെ പിഴപ്പിക്കല്ലേ പടച്ചവനെ. അതിനാണ് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ ഉലമാക്കൾ നമുക്ക് ചില ആയത്തുകൾ പഠിപ്പിച്ചു വരുന്നുണ്ട്. മക്കൾ പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് അവരുടെ വലത് കാതിൽ ഓതി കൊടുക്കണം. സൂറത്തു ആല ഇമ്രാനിലെ 36-ാമത്തെ ആയത്ത്.
സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഫലഖ്, സൂറത്തുൽ നാസ്, ഇത് 3 പ്രാവശ്യം വീതം പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് നമ്മുടെ കുട്ടിയുടെ വലത് കാതിൽ ഓതി കൊടുത്താൽ അവൻ പിഴയ്ക്കുകയില്ല എന്നാണ്. അതുകൊണ്ട് പ്രസവിച്ച ഉടനെ ഞാൻ കുഞ്ഞിന് അങ്ങനെ അത് കൊടുക്കണം, ഓതി കൊടുക്കണം. അത് إني أعيذها بك وذريتها من الشيطان الرجيم فتقبلها ربها بقبول حسن وأنبتها نباتا حسنا وكفلها زكريا كلما دخل عليها زكريا المحراب وجد عندها رزقا قال يا مريم أنى لك هذا قالت هو من عند الله إن الله يرزق من يشاء بغير حساب. കുഞ്ഞുങ്ങളുടെ കാതിൽ ഓതി കൊടുക്കണം, അവൻ വ്യഭിചരിക്കൂല എന്നാണ്. ഇതൊക്കെ നമ്മൾ ചെയ്യണം. നമ്മൾ ചെയ്യേണ്ടത് ചെയ്യാത്തതിന് എന്ത് ചെയ്യണം? എന്നിട്ട് എല്ലാ ദിവസവും വാപ്പ ഉമ്മ ദുആ ചെയ്യണം മക്കൾക്ക് വേണ്ടി. എല്ലാ ദിവസവും ദുആ ചെയ്യണം. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുൻ. കൺകുളിർമയുള്ള മക്കളാക്കണേ അല്ലാ, ഞങ്ങളുടെ മക്കളെ കൺകുളിർമയുള്ള മക്കളാക്കണേ അല്ലാ. വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ, എൻ്റെ മക്കളെ കണ്ട് നാട്ടുകാര് പഠിക്കണേ അല്ലാ, നല്ല മക്കളെന്ന് നാട്ടുകാര് പറയണേ അല്ലാ. എൻ്റെ മക്കള് നല്ലവർക്ക് നേതൃത്വം കൊടുക്കുന്ന മകനാക്കി നീ മാറ്റണേ അല്ലാ. ഖുർആനിൽ വരെ ദുആ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആര് ചെയ്യുന്നുണ്ട് ഇത്? ഏതുമ്മ ചെയ്യുന്നു? മോൻ പിഴച്ചു, അവൻ ലഹരി, ഇവ ലഹരിയിൽ പോകാതിരിക്കാൻ ആര് ദുആ ചെയ്യുന്നു? ഉമ്മ കരയണം, പൊട്ടിക്കരയണം. കുഴിയിൽ വീണിട്ട് ഖേദിച്ചിട്ട് കാര്യമില്ല, അതിൽ വീഴുന്നതിന് മുമ്പ് നമ്മൾ ഖേദിക്കണം. അതിന് മുമ്പേ ദുആ ചെയ്യണം. ഇതിനാണ് ഭാര്യ ഭർത്തൃ ബന്ധം തുടങ്ങുമ്പോൾ തന്നെ ഈ പിശാചിൽ നിന്ന് എൻ്റെ കുഞ്ഞിനെ നീ സഹായിക്കണേ അല്ലാ എന്ന് ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. ഇതൊക്കെ നമ്മൾ ചെയ്യാതെ കുട്ടികളെ പഴിച്ചിട്ട് കാര്യമില്ല. എന്നിട്ട് നമ്മുടെ മക്കൾക്ക് കൊടുക്കേണ്ട ഭക്ഷണം ഹലാൽ കൊടുക്കണം. ഈ വാപ്പ് ഹലാൽ അല്ലാത്തത് കുറെ പണം എവിടുന്നെങ്കിലും പണം കിട്ടിയിട്ട് കാര്യമില്ല. പണം കൊണ്ടുവന്നിട്ട് ഹറാമിന്റെ അംശം ചേർത്തിട്ട് ഈ മക്കൾക്ക് കൊടുത്താൽ വല്ലാഹി ഈ മക്കൾ നന്നാവുകയില്ല. അവൻ പിഴച്ചേ പോവുള്ളൂ. നമുക്ക് കുറെ പണം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല ബീവേ. എന്തിനീ പണം? ഹറാമായ പണം, ആരാന്റെ പണം? ഇതൊക്കെ വാരി തിന്നിട്ട് തന്റെ മക്കളെ പഠിപ്പിക്കുകയാണ്. പലിശയ്ക്ക് പണം എടുത്തിട്ട് തന്റെ മക്കളെ പഠിപ്പിക്കുകയാണ്. പലിശയ്ക്ക് പണം എടുത്തിട്ട് തന്റെ മക്കളെ കെട്ടിച്ചു കൊടുക്കുമ്പോൾ കാർ കൊടുക്കുകയാണ്. പലിശയ്ക്ക് പണം കൊടുത്തിട്ട് തന്റെ മക്കളുടെ കല്യാണം ആഡംബരമായി നടത്തുകയാണ്. എന്നിട്ട് എന്ത് ദുആ? മണ്ണാങ്കട്ട ദുആ. ആര് കേൾക്കാൻ ഇത്? മൊയ്ലിയാർക്ക് 1000 രൂപ കിട്ടി. അയാളുടെ ദുആടെ കാഠിന്യം കൊണ്ട് നമ്മൾ ഈ മുഴുവൻ കടവും എടുത്ത് പലിശയ്ക്ക് പൈസ എടുത്തിട്ട് മോളെ കല്യാണം കഴിപ്പിച്ചിട്ട് CC ഇട്ട കാറിനകത്ത് കയറ്റിയിട്ടിട്ട് മോളെ പൊയ്ക്കോ മോളെ എന്ന് പറഞ്ഞാൽ ആ മോളുടെ വയറ്റിനകത്ത് ഉണ്ടാകാൻ പോകുന്ന കുട്ടിയും ഈ പലിശയുടെ അംശമാണ്. ചിന്തിച്ചിട്ടുണ്ടോ ആരേലും? ഹലാലാണെന്ന് ഏതെങ്കിലും ഉസ്താദ്മാർ ഫത്വ വന്നോ? തരുവായിരിക്കും. അതാ ഞാൻ നേരത്തെ ആദ്യം ഓതിയ ഹദീസ്. അങ്ങനെയും ഫത്വ കൊടുക്കുന്ന ഉസ്താദന്മാരുണ്ട്. കേട്ട് പഠിച്ചോ. എന്നെ കൊണ്ട് കിട്ടൂല, എന്നെ കൊണ്ട് അതിന് പറ്റിയില്ല. ഇല്ലെങ്കിൽ അതനുസരിച്ച് മതി. ഇഷ്ടംപോലെ ഓഫറുകൾ കിട്ടും. നിങ്ങൾക്ക് വീട് വെക്കണോ, കട എടുക്കണോ, ഓഫർ ഉണ്ട്, വാ ഇങ്ങോട്ട് വാ. ഓഫർ ഇഷ്ടംപോലെ ഓഫറാ. നമ്മളിത് ഓഫർ നോക്കിയിരിക്കുകയാണ്. എങ്ങനെ ഹലാൽ, എങ്ങനെ ഹറാം, എങ്ങനെ ഇത് മനസ്സിലാക്കും? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മനിഷ്തറാ സൗബം മിൻ ദിർഹമിൻ ഹലാൽ ഫദിർ മനിഷ്തറാ സൗബം മിൻ 10 ദറാഹിമാ ഫദിർഹമുൻ ഹലാ ഫദിർഹമുൻ വാഹിദുൻ മിൻ ഹറാം ലം യഖ്ബലില്ലാഹു സർഫൻ വലാ ദിലാ കമാ ഖാല റസൂൽ
റസൂലുള്ളാഹി. ഒരാള് തന്റെ കുഞ്ഞുമോൾക്ക്, ഒരാള് തന്റെ പൊന്നുമോൾക്ക്, ഒരാള് തന്റെ പൊന്നുമോന് 10 ദിർഹം കൊടുത്തിട്ട് 100 രൂപ കൊടുത്ത് ഒരു വസ്ത്രം വാങ്ങി 90 രൂപയും ഹലാലിന്റെ പൈസയാ, 10 രൂപ ഹറാമിന്റെ പണമാണ്. അങ്ങനെ 100 രൂപ കൊടുത്ത് ഒരു കുഞ്ഞു ഉടയും വാങ്ങി തന്റെ കുട്ടിക്ക് കൊണ്ടുപോയി കൊടുക്കുകയുണ്ടായി. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഏ ഉപ്പാ, ആ 10 രൂപ എന്ന ഹറാം കലർത്തി ആ കുഞ്ഞിന് നിങ്ങൾ ആ ഉടയാട വാങ്ങിക്കൊടുത്തതിന്റെ പേരിൽ നിങ്ങളുടെ ഫർളോ സുന്നത്തോ അല്ലാഹു സ്വീകരിക്കുകയേ ഇല്ല. ബാപ്പാന്റെ ഇത് വാങ്ങിക്കൊടുത്ത കാക്കാടെ ലം യഖ്ബല സർഫൻ വല അദ്ല, സുന്നത്തും സ്വീകരിക്കൂല ഫർളും സ്വീകരിക്കൂല. എന്നാലോ ഭയങ്കര ഹദ്ദാദ്, ഭയങ്കര ദിക്ർ, ഭയങ്കര സ്വലാത്ത്, ഭയങ്കര തൽബിയത്ത്, ഭയങ്കര തസ്ബീഹ്, ഒരിട്ടകം പോക്കറ്റ് ഇരിക്കുന്നതോ ഓണത്തിന്റെ ബമ്പർ. ഭയങ്കര ദിക്റാ സ്വീകരിക്കുന്ന. നിങ്ങൾ പറയും നമ്മുടെ ദുആ ഒന്നും പോകുന്നില്ല, മുകളിലോട്ട് ഉയരുന്ന. ഹക്ക് വല്ലാഹി, ഈ ദുആ പോയിരുന്നെങ്കിൽ ഉണ്ടല്ലോ, ഒരു ശൈത്താനും നമ്മുടെ വീട്ടിലും കയറൂല, നമ്മുടെ ഓഫീസിലും വരൂല, നമ്മുടെ പള്ളിയിലും വരൂല, ഒരു ബുൾഡോസറും വരൂല, ഒരു കുന്തവും വരൂല. ദുആയുടെ ആയുധം നമ്മളിൽ നിന്ന് വിട്ടുപോയി. ബഹുമാനപ്പെട്ട സഹാബാക്കളൊക്കെ ദുആ ചെയ്തു, അപ്പോഴപ്പോഴേ കിട്ടി, മറുപടി കിട്ടിയിട്ടുണ്ട്. അപ്പോഴേ കിട്ടി. എങ്ങനെ നമ്മുടെ ദുആ സ്വീകരിക്കാനാ? തിന്നുന്നതിനകത്ത് ഹറാമ്, കൊടുക്കുന്നതിനകത്ത് ഹറാമ്, കൊടുക്കുന്നതിനകത്ത് ഹറാമ്. ഇതല്ലേ നമ്മുടെ അവസ്ഥ? അതുകൊണ്ടാണ് അല്ലാഹു തആല പ്രത്യേകമായിട്ട് പറഞ്ഞത്, ഇതൊക്കെ നിങ്ങൾക്ക് ഞാൻ ഹറാമാക്കിയത്, ഇത് നിങ്ങൾ പിന്നെ എന്തിനാ ഹലാലാക്കിയത്, ഇതെന്തിനാ നിങ്ങൾ കഴിക്കുന്നത്, പിന്നെ എന്തിനാ നിങ്ങൾ നിസ്കരിക്കുന്നത്, പിന്നെ എന്തിനാ നിങ്ങൾ ദുആ ചെയ്യുന്നത്? എല്ലാം ഇപ്പൊ നമ്മൾ സമ്പത്താക്കിയില്ല ഹബീബേ. വഅദ് പൈസായി, ഉംറ പൈസായി, ഹജ്ജ് പൈസായി, മദ്രസ പൈസായി. പൈസ ഇല്ലാതെ കാര്യമാണ്. പൈസ ഇല്ലാതെ ഞാനൊരു യാത്ര ചെയ്യുന്നെങ്കിൽ പൈസ ഇല്ലാത്ത ഒരു യാത്ര എന്ന് പറയുന്നത് ബർസഖിയായ യാത്രയാണ്. ഒരു ലക്ഷ്യമില്ല, പണമില്ലാതൊരു യാത്ര, ഖബറിലേക്കുള്ള യാത്ര. ബാക്കി എല്ലാത്തിനും നമ്മുടെ പിന്നിൽ, അതിൻ്റെ പിന്നിൽ പണമാണ്, എല്ലാ മേഖലകളും. അതുകൊണ്ട് അതിൻ്റെതായ ബർക്കത്ത് നഷ്ടപ്പെട്ടു പോയി, അതിൻ്റെതായ ബർക്കത്ത് നഷ്ടപ്പെട്ടു. ഞാനടക്കം പറയുകയാണ്, ഞാൻ നല്ലവനായിട്ട് പറയല്ല, ഏറ്റവും മോശക്കാരൻ ഞാൻ. ഇതിനകത്ത് ഞാൻ കുടുങ്ങിപ്പോയല്ലോ എന്ന് ഞാൻ ആലോചിച്ചാണ്, ഈ പ്രസംഗത്തിൽ കുടുങ്ങിപ്പോയി. അതാണ് ഞാൻ ആലോചിക്കുന്നത്. എന്തെങ്കിലും ഹലാലായിട്ട് ബിസിനസ് ചെയ്ത് ദഅവത്ത് ചെയ്ത് ജീവിക്കലാണ് ഏറ്റവും നല്ലത്, ഞാൻ മനസ്സിലാക്കിയിടത്തോളം. ഹലാലായിട്ട് നമ്മുടെ ദുആ സ്വീകരിക്കണമെങ്കിൽ ഹക്ക് പറയാണ്. വിഷമം വരുന്നു, ഉയരുന്നില്ല മുകളിലേക്ക് ദുആ. സഹാബാക്കളുടെ ദുആ, കഴുകുമരത്തിൽ കിടക്കുകയാണ്, കയറ് കെട്ടിത്തൂക്കിയിട്ടിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ സഹാബി ഇതാ ഈ ലോകത്തോട് വിട പറഞ്ഞു പോകും. അഹങ്കാരികളും അക്രമികളുമായ ഭരണാധികാരികളാണ് തന്റെ മുന്നിലുള്ളത്. പക്ഷേ അദ്ദേഹത്തിന്റെ അവസാന സമയമാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മുന്നിൽ നിറ കണ്ണുകളോടെ സഹാബി ദുആ ചെയ്യുകയാണ്. അല്ലാഹുമ്മ ഇസ്സിഹിം മദദാ വഖ്തുൽഹും ബദദാ വലാ തുബ്ഖി മിൻഹും അഹദാ. പടച്ചവനെ, നിന്നെ വിശ്വസിച്ചതിന്റെ പേരിൽ, നീയാണ് ഏകനായ ദൈവമെന്ന് പറഞ്ഞതിന്റെ പേരിൽ, നീ അല്ലാതെ ഒരു ഇലാഹില്ല എന്ന് പറഞ്ഞു പോയതിന്റെ പേരിൽ, നിന്റെ ഹബീബാണ് മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങളെന്ന് ഞാൻ അംഗീകരിച്ചതിന്റെ പേരിൽ, ആ തിരുസുന്നത്തിനെ പിൻപറ്റിയതിന്റെ പേരിൽ, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തതിന്റെ പേരിലാണ് ഈ കഴുകുമരം ഞാൻ ഏറ്റുവാങ്ങേണ്ടി വന്നത്. റബ്ബേ, എനിക്കത് പ്രശ്നമില്ല. പക്ഷേ എന്നെ അതിലേക്ക് കൊണ്ടെത്തിച്ച ഈ അഹങ്കാരികളായ തെമ്മാടികളായ ഭരണകൂടമുണ്ടല്ലോ, അല്ലാഹുമ്മ അവരുടെ എണ്ണം നീ ചുരുക്കി ചിന്ന ഭിന്നമാക്കണേ. വഖ്തുൽഹും ബദദാ, അവരെ മുരടോടെ നശിപ്പിക്കണേ. വലാ തുബ്ഖി മിൻഹും അഹദാ, ഈ ഭൂമുഖത്തിൽ ഈ
ഇവരിൽ ഒരാളെ പോലും നീ ബാക്കിയാക്കരുത് അല്ലാ. ആ മഹാനായ പരിശുദ്ധ പ്രവാചകന്റെ സന്തത സഹചാരിയായ സഹാബി ആ കഴുകുമടത്തിൽ കിടന്ന് വീരമൃത്യു വരിച്ചുകൊണ്ട് ദുആ ചെയ്തെങ്കിൽ അല്ലാഹുവാണ് സത്യം, ആ ദുആ സ്വീകരിച്ചിട്ട് ഈ ഭൂമിയുടെ മുകളിൽ ആ മഹാനുഭാവനെ ആരെല്ലാം വേദനിപ്പിച്ചോ അവരിൽപ്പെട്ട ഒരാള് പോലും ഈ ഭൂമുഖത്ത് സന്തോഷത്തോടെ ജീവിച്ചിട്ട് ഇല്ല. അവരെ മുരടോടുകൂടി അല്ലാഹു തകർത്ത് തരിപ്പണമാക്കുകയാണ് ചെയ്തത്. കാരണം ആ സഹാബിയുടെ ദുആ അർശിലേക്ക് ഉയർന്നു. നമ്മുടെ ദുആയുടെ ഒറ്റ ആയുധം മതി. സഹാബാക്കളോട് നബി തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ ദുആ എന്ന് പറയുന്ന സഹമ് അമ്പുകൊണ്ട് ആ ശത്രുക്കളുടെ നെഞ്ചിലേക്ക് നിങ്ങൾ എറിയിൻ. കുത്തി കീറിക്കൊണ്ടു പോകും, അത് കുത്തി കീറിക്കൊണ്ടു പോകും. പക്ഷെ എവിടെ നമ്മുടെ ദുആ പോകുന്നില്ല. അതാണ് അതിന്റെ അർത്ഥം. ദുആ